ബാലകം. എന്തൊരു ഭംഗിയാണ്, എന്തൊരു കുട്ടിത്താണ് എന്ന് വർണ്ണിക്കാൻ വാക്കുകളില്ല എന്നാ പറയുന്നത്. ചതുർഭുജാകാരനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ബാലകം, ബാലെന്ന് പറഞ്ഞാൽ പോലെ ചതുർഭുജാകാരനായ ബാലൻ അല്ല, ബാലകം. എന്തൊരു ആ കൗതുകമാണ് എന്ന് വർണ്ണിക്കാൻ വാക്കുകളില്ല. അത്രയും മിടുമിടുക്കനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ ചെറിയ ഉണ്ണിയാണ്. ഭഗവാന്റെ ഈ അവതാരം കേട്ട് ആ ഭഗവാന്റെ അവതാര സ്വരൂപം വായിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? ആ ഉണ്ണി നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്നിട്ടോ ആ ഭഗവാനോട് കൂടി വേണം നമുക്ക് ഇവിടുന്ന് പോവാൻ. അതാണ് ബാലകം എന്നെടുത്ത് പറയാൻ കാരണം. ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ പോരും, കൊണ്ടുപോവാം. ഒക്കത്ത് വെച്ച് കൊണ്ടുപോവാം. വല്ലവരും വഴിയിൽ വെച്ച് ഇതെന്താ ചോദിച്ചാൽ എവിടുന്ന് കിട്ടി ഈ ഉണ്ണിയെ കണ്ട ആരും ചോദിക്കുന്നുണ്ടോ? സംശയിക്കുന്നു വേണ്ട. കണ്ടാൽ ആരും മോഹിച്ചു പോവും, ചോദിക്കും എവിടുന്നേ ഈ ഉണ്ണിയെ കിട്ടിയത്. അപ്പൊ പറഞ്ഞാൽ മതി ഭാഗവതത്തിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ അത്ര എളുപ്പത്തിൽ കിട്ടിയത് എങ്ങനെ? അതോ അത് അവിടെ ഒരു വലിയൊരു മഹാത്മാവ് വളരെ കാലമായി കൃഷ്ണ രാമ കൃഷ്ണ രാമ രാമ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ തണലിൽ ഇരുന്നിട്ട് ഭാഗവതം വായിച്ചു. ആ നാമ പന്തലിച്ച് കിടക്കുന്ന വലിയ നാമവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് കേട്ടു. അപ്പൊ എന്തായി? വെയിലത്തിരുന്ന് കേൾക്കുന്നതും തണലിത്തിരുന്ന് കേൾക്കുന്നതും മാറ്റലിയെ. അപ്പോൾ തണലിൽ ഇരിക്കുമ്പോൾ മനസ്സ് ശാന്തമാവും. ഇവിടെ വലിയൊരു നാമപന്തലാണ്, അല്ലെങ്കിൽ നാമവൃക്ഷമാണ്. അതില് പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ടെങ്കിലും ഉണങ്ങിയ കൊമ്പുകളൊന്നും ഇല്ല കേട്ടോ. ധരിക്കണേ, നല്ല തളിരിലകൾ മാത്രമേ ഉള്ളൂ, നിറഞ്ഞു കിടക്കുക. അതിന്റെ ശക്തിയാണ് നമുക്കെല്ലാം കിട്ടുന്നത്. ഇവിടെ ആ മഹാത്മാവ് കൊളുത്തി വെച്ച ഭദ്രദീപം, ഉദ്ധവന്റെ മനസ്സിൽ ഭഗവാൻ ഒരു ദീപം കൊളുത്തി വെച്ചില്ലേ? ഇതുപോലെ നമ്മളുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പുണ്യാത്മാവ് ഒരു നാമദീപം കൊളുത്തി വെച്ചത്.